എന്തിനാ വീണ്ടും ഒരേ മോഡൽ കലണ്ടർ തന്നെ ഉണ്ടാക്കുന്നതെന്നായിരിക്കും. മറ്റത് ഞാൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ. അതിൽ വലിയൊരു മണ്ടത്തരം എനിക്ക് പറ്റിയിട്ടുണ്ട്. കലണ്ടറിൻ്റെ സ്പെല്ലിങ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അതാരും ശ്രദ്ധിച്ചിട്ടില്ല, എന്നാലും ശ്രദ്ധിക്കുന്നവരുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ വ്യൂവേഴ്സിലൊരാൾ കമൻറ്റ് ചെയ്തിരുന്നു കലണ്ടറിൻ്റെ സ്പെല്ലിങ് തെറ്റാണെന്നുള്ളത്. അപ്പോൾ അന്നേരം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ മനസ്സിനെന്തോ ഒരു വിഷമായിരുന്നു. അപ്പോൾ തന്നെ വിചാരിച്ചു മറ്റൊന്ന് ഉണ്ടാക്കണമെന്ന്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ യൂട്യൂബ് ഷോർട്സിലെ 3ാമത്തെ ഷോർട്സാണ് ശരിക്കും. ഇത് കണ്ടവരോടൊക്കെ ഒരു സോറി പറയാണ്. ആദ്യം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള അതേ ഡ്രോയിങ് പേപ്പർ തന്നെയാണ് ഞാൻ ബോർഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലുള്ള പോക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാർട്ട് എടുത്തതാണ്. അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒരേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പം അതിൽ ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ കളറൊക്കെ മാറ്റിയിട്ടുള്ളത്. മന്തും ഡേറ്റും ഒക്കെ എഴുതിയിട്ടുള്ളത് ചാർട്ട് പേപ്പറിലാണ്. കളർ മാറ്റി പിടിച്ചപ്പോൾ ആദ്യത്തേനേക്കാളും കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതായിരിക്കും, എന്തായാലും കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ടാവുക. അത് ആ ഹേർട്സ് വെച്ച് കൊടുക്കുന്നതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ. ആദ്യത്തേതിതുപോലെ തന്നെ 2 ഭാഗത്തായിട്ട് ഹേർട്സ് വെച്ച് കൊടുത്തതാണ്. ഇനി വരുന്ന പ്രധാന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തേതിൽ കലണ്ടറിനായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്, ഇപ്പം 2025 പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്